ഫേസ്ബുക്കിലെ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വ്യൂസ്, എൻഗേജ്മെന്റ്, അപ്രോക്സിമേറ്റ് ഏർണിങ്സ്, നെറ്റ് ഫോളോവേഴ്സ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഗ്രോത്ത് ലഭിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് നഷ്ടമാവാനും സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഈ അനലിറ്റിക്സ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ അനലിറ്റിക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഭാഗത്ത്, അതായത് നമ്മളെ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ക്രിയേറ്റർ അസിസ്റ്റന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിന്റെ താഴെ അനലിറ്റിക്സ് ഇവിടെ കാണാൻ സാധിക്കും. അനലിറ്റിക്സിന്റെ താഴെ 28 ഡേയ്സിന്റെ ഗ്രാഫ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 7 ഡേയ്സിന്റെ വേണമെങ്കിൽ 7 ഡേയ്സിന്റെ കാണാം. ടുഡേ ഇന്നത്തേത് മാത്രമാകും. ഇപ്പൊ 28 ഡേയ്സിന് ഞാൻ 7 ഡേയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടില്ല ലാസ്റ്റ് 7 ഡേയ്സിന്റെ വ്യൂസ് എത്രയാണ്, ലാസ്റ്റ് 7 ഡേയ്സിന്റെ ഏർണിങ്സ് എത്രയാണ്, എൻഗേജ്മെന്റ് എത്രയാണ്, ഫോളോവേഴ്സ് എത്രയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിരിക്കും കാണുന്നത്. ഈ ടുഡേന്റെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, ഇന്നത്തെ ദിവസം എത്ര ഏർണിങ്സ് വന്നിട്ടുണ്ട്, എത്ര എൻഗേജ്മെന്റ് വന്നിട്ടുണ്ട്, എത്ര ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ 28 ഡേയ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സിൽ എത്ര വ്യൂസ് വന്ന്, എത്ര ഏർണിങ്സ് വന്ന്, എത്ര എൻഗേജ്മെന്റ് വന്ന്, എത്ര ഫോളോവേഴ്സ് വന്ന് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു വ്യൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെ വ്യൂസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ദിവസം നമുക്ക് എത്ര വ്യൂസ് വന്ന് അത് നമ്മൾ ഇവിടെ ഈ ഡേറ്റിന്റെ അതനുസരിച്ച്, അതായത് ജൂൺ 24 നിന്ന് ഇതിപ്പോൾ ജൂൺ 28 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 92,173 വ്യൂസ് അന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ 5 68,479 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ പിന്നെ ഈ ഗ്രാഫ് നമുക്ക് അവസാനിക്കുന്ന എൻഡിങ് ആ മൊനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതായിരിക്കും നമ്മളുടെ ആ അന്നത്തെ ദിവസത്തിന്റെ ഗ്രാഫ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതുപോലുള്ള ഒരു ഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസത്തെ വ്യൂസ് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വ്യൂസ് ബ്രേക്ക് ഡൗൺ, അതായത് നമുക്ക് ലാസ്റ്റ് 3 സെക്കൻഡിന്റെ ഉള്ളിൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, 1 മിനിറ്റിൽ കൂടുതലുള്ള വ്യൂസ് എത്ര വന്നിട്ടുണ്ട്, ടോട്ടൽ വ്യൂസ് എത്ര വന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫോളോവേഴ്സ് എത്ര കണ്ടു, അതുപോലെ തന്നെ നോൺ ഫോളോവേഴ്സ് എത്ര കണ്ടു, ലാസ്റ്റ് 28 ഡേയ്സിന്റെ ഗ്രാഫാണിത്, അത് മനസ്സിലാക്കണം നിങ്ങളുടെ. പിന്നെ അതുപോലെ തന്നെ എത്ര റീൽസ് എത്ര ആൾക്കാർ കണ്ടു, അതുപോലെ തന്നെ ഫോട്ടോ എത്ര ആൾക്കാർ കണ്ടു, ഈ ഫോട്ടോയിൽ നോൺ ഫോളോവേഴ്സ് എത്ര കണ്ടു, അതായത് നോൺ ഫോളോവേഴ്സ് മീൻസ് നമ്മുടെ ഫോളോവേഴ്സ് അല്ലാത്തവര്, അതുപോലെ തന്നെ ഫോളോവേഴ്സ് എത്ര കണ്ടു, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോറി എത്ര ആൾക്കാർ കണ്ടു, ഇതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ താഴെ വ്യൂവേഴ്സ് ടൈപ്പ്, അതായത് നമ്മളുടെ ഫോളോവേഴ്സ് എത്ര ശതമാനം കണ്ടു, നോൺ ഫോളോവേഴ്സ് എത്ര ശതമാനം കണ്ടു, അതായത് ഫോളോവേഴ്സ് എൻ്റെ 36% കണ്ടിട്ടുണ്ടെങ്കിൽ നോൺ ഫോളോവേഴ്സ് 64% കണ്ടു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ താഴെ തന്നെ ഫേസ്ബുക്കിന്റെ ഒരു ഗൈഡ് വരുന്നുണ്ട്, വാട്ട്സ് വർക്കിംഗ് ഫോർ യു, ബെസ്റ്റ് ഫോർമാറ്റ്, ബെസ്റ്റ് ലെങ്ത്. നമ്മൾക്ക് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടൊക്കെ ഗ്രോത്ത് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ വ്യൂസിന്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി എൻഗേജ്മെന്റ്, താഴെയുള്ള ഈ ഒരു എൻഗേജ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് എത്ര എൻഗേജ്മെന്റ് വന്നു, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് എൻഗേജ്മെന്റ് വന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻഗേജ്മെന്റ് മീൻസ് നമ്മളുടെ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് ആയാലും വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ടെക്സ്റ്റ് ആയാലും എന്തിലും ആയാലും അതിൽ വരുന്ന ലൈക്ക്, കമന്റ്, ഷെയർ, സേവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻഗേജ്മെന്റിനെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എത്രത്തോളം ലൈക്കും കമന്റ് ഒക്കെ കിട്ടുന്ന അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എൻഗേജ്മെന്റിന്റെ കൗണ്ട് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ, 96,710 എൻഗേജ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. മുമ്പത്തേനേക്കാളും 54% കൂടുതലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് റീൽസിന് എത്രത്തോളം എൻഗേജ്മെന്റ് വന്നിട്ടുണ്ട് ഫോളോവേഴ്സിൽ നിന്ന്, അതുപോലെ തന്നെ നോൺ ഫോളോവേഴ്സിൽ നിന്ന് എത്രത്തോളം എൻഗേജ്മെന്റ് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫോട്ടോയിൽ എത്ര ഫോളോവേഴ്സിൽ നിന്ന് എൻഗേജ്മെന്റ് വന്നു, നോൺ ഫോളോവേഴ്സിൽ നിന്ന് എത്ര എൻഗേജ്മെന്റ് വന്നു, സ്റ്റോറി, ലൈവ്, ലിങ്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ടൈപ്പ്, അതായത് റിയാക്ഷൻ എത്രത്തോളം വന്നു, റിയാക്ഷൻ 29K ഇതിൽ വന്നിട്ടുള്ളത്. അതായത് ഇമോജി, ലൈക്ക്, ഇതൊക്കെ തന്നെയാണ് ഈ റിയാക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കമന്റ് നമുക്ക് 6.3K കമന്റ് വന്നിട്ടുണ്ട്, ലാസ്റ്റ് 28 ഡേയ്സിന്റെ ആണ്. അതുപോലെ തന്നെ പിന്നെ ഷെയർ ഇതിൽ 896 ഷെയർ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫോളോവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം എൻഗേജ്മെന്റ് വന്നു, നോൺ ഫോളോവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം എൻഗേജ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം, മൂന്നാമത്തെ ഒരു ഭാഗം, അതായത് അപ്രോക്സിമേറ്റ് ഏർണിങ്സ്. നമ്മളുടെ ഏർണിങ്സ് ലാസ്റ്റ് 28 ഡേയ്സിന്റെ ഏർണിങ്സ് ആണ് അവിടെ കാണുന്നത്. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് 28 ഡേയ്സിന്റെ ഏർണിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഓരോരോ ഡേറ്റിന്റെ ഏർണിങ്സ് അവിടെ കാണാൻ സാധിക്കും. ജൂലൈ 4 1.6, ജൂലൈ
10-44, പിന്നെ അതുപോലെ തന്നെ ജൂലൈ 14-76, ഇങ്ങനെ ഓരോ ദിവസത്തെ ഏർണിങ്സ് അവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കുറച്ചും കൂടി. അതായത് നമ്മളെ റീൽസിൽ എത്ര ഏർണിങ്സ് വന്നു, അതുപോലെ തന്നെ ഫോട്ടോസിൽ എത്ര ഏർണിങ്സ് വന്നു, ടെക്സ്റ്റിൽ എത്ര വന്നു, സ്റ്റോറിയിൽ എത്ര വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് ലഭിച്ചിരിക്കുന്ന കണ്ടന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലാണ് ഈ ഒരു റീൽസിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഏർണിങ്സ് ലഭിച്ചിട്ടുള്ളത്. അതായത് ലാസ്റ്റ് 28 ഡേയ്സിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തമായിട്ട് ഓരോന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ലഭിച്ചിരിക്കുന്ന റീൽ ഏതാണ്, അതിനുശേഷം ഏതാണ്, ഇതൊക്കെ നമുക്ക് റീൽ ആയാലും ശരി ഫോട്ടോ ആയാലും ശരി നമുക്ക് ലാസ്റ്റ് 28 ഡേയ്സിൽ ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ലഭിച്ചിരിക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് പിന്നെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിലിപ്പോൾ നിലവിൽ നമ്മളുടെ ഫോളോവറിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും 35-44 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് നമുക്ക് നിലവിൽ കൂടുതലും ഉള്ളത് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ ലൈറ്റ് ബ്ലൂ വുമൺ ആണ്, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ മെൻ ആണ്. 32% സ്ത്രീകളും അതുപോലെ തന്നെ 68% പുരുഷന്മാരെന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ 45 വയസ്സിനും 54 വയസ്സിനും ഇടയിലുള്ള ഫോളോവേഴ്സ് 26.1%, 25-നും 34 ഇടയിലുള്ളത് 17.1%, മറ്റ് അതിലും താഴെയുള്ള വയസ്സിൻ്റെ ഉള്ളിലുള്ളത് 14%. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഗ്രാഫ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കൺട്രി, ഏതൊക്കെ കൺട്രിയിലുള്ള ഫോളോവേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത്. കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് എനിക്കുള്ളത് 82.1%. പിന്നെ അതിനുശേഷം UAE, അതിനുശേഷം സൗദി, അതിനുശേഷം മറ്റുള്ള കൺട്രികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള സിറ്റി ഏതാണെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കിപ്പോൾ നിലവിലുള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തിരൂര്, കേരള, അതായത് പിന്നെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. പിന്നെ ഉള്ളത് കൊച്ചി, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊച്ചി ഉള്ളത്. കൊച്ചി, കേരള, ഇന്ത്യ, അതായത് കൊച്ചിയിലുള്ളവരാണ്, എറണാകുളത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. പിന്നെ അതിന്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ബാക്കി എല്ലാം കൂടിയിട്ട് ഓതേഴ്സ് 58.50%, കാരണം പല രാജ്യങ്ങളിലും പല സിറ്റികളൊക്കെ ആയിട്ട് 58.5% ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം. അപ്പം പിന്നെ അതുപോലെ തന്നെ അതിന്റെ താഴെ തന്നെ നെറ്റ് ഫോളോവേഴ്സ് ബൈ കണ്ടന്റ് ടൈപ്പ്, ഏറ്റവും കൂടുതൽ കണ്ടന്റ് നമുക്ക് ഫോളോവേഴ്സ് വരുന്ന കണ്ടന്റ് റീൽസിലാണ്. റീൽസിൽ മുഖാന്തരമാണ് എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് വന്നിരുന്നത് ഇതിൽ കാണിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നമുക്ക് അന്ന് ഉണ്ടായിരുന്ന പിന്നെ ഫോളോവേഴ്സ് എത്രയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നത്. ജൂലൈ 4-ന് 28.344 ആയിരുന്നു. അതുപോലെ തന്നെ ജൂലൈ 8 ആകുമ്പോഴത്തേക്ക് 28,819. ഇനി ജൂലൈ 19 ആകുമ്പോഴത്തേക്ക് 23,364. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് എത്രത്തോളം കൂടുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഈ അനലിറ്റിക്സിന്റെ താഴെയുള്ള ഇൻസൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലാസ്റ്റ് 28 ഡേയ്സിനനുസരിച്ചിട്ട് നമ്മുടെ ഗ്രാഫ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലാസ്റ്റ് 20 ഡേയ്സിൽ ലഭിക്കുന്ന പിന്നെ വ്യൂസ് മുമ്പത്തേതിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറഞ്ഞിട്ട് കാണിക്കും, കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടിയിട്ട് കാണിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെട്ടോട്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.